യെസ്, ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്ന 2 അപ്ഡേറ്റ് ആണ്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നതായിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു താരമാണ് ചുന്നുങ്ക. അദ്ദേഹം ഈസ്റ്റ് ബംഗാളിലെ താരമാണ്. സോ എന്തായാലും അദ്ദേഹത്തെ റിലീസ് ചെയ്യും എന്ന നേരത്തുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുക. റിലീസ് ചെയ്യുക അല്ല, ഇതിന് സെയിലിന് വെച്ചിരിക്കുന്നു ഈസ്റ്റ് ബംഗാൾ എന്ന നേരത്തുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് ഒരു നല്ല കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഹൈലി ക്വാളിറ്റി ഉള്ളൊരു പ്ലെയറായിട്ടാണെന്നാണ്. അദ്ദേഹത്തെ എന്താ പറയുക, ഇന്ത്യൻ ടീമിൽ വരെ വിളിച്ചെടുത്തു. അത് തന്നെ ഞാൻ ഞെട്ടിപ്പോയി. ഒരു ക്വാളിറ്റി എന്നല്ല, അദ്ദേഹം ISL ലെവലിൽ അത്ര ക്വാളിറ്റി ഇല്ലാത്തൊരു പ്ലെയറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കും. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് അടുത്തതൊരു അപ്ഡേറ്റ് ഒന്നുമല്ല, ഇതൊരു എന്താ പറയുക ബർത്ത്ഡേ വിഷാണ്. അതായത് നമ്മുടെ മുൻ കേരള ബ്ലാസ്റ്റേഴ്സ് താരം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ISL കേരള ബ്ലാസ്റ്റേഴ്സാണ്. ഇപ്പോഴത്തെ ഈസ്റ്റ് ബംഗാൾ താരമൊക്കെയായ മെസ്സി ബുളിയുടെ ബർത്ത്ഡേ ആണിന്ന്. സോ എല്ലാവരും മെസ്സി ബുളിക്ക് ബർത്ത്ഡേ വിഷ് നേരുക. എന്തായാലും കാർലോസ് പീനിയ FC ഗോവയുടെ കോച്ചും ആയിരുന്നിട്ടുണ്ട്, പ്ലെയറും ആയിരുന്നിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഒരു വട്ടം ചോദിച്ചൊരു ചോദ്യമാണ്, ISL കളിച്ചിട്ടുള്ളത് വെച്ച് എന്താ പറയുക ഏറ്റവും മികച്ച അറ്റാക്കിംഗ് നിര ഏതായിരുന്നു എന്നൊരു ചോദ്യം കാർലോസ് പീനിയോട് ചോദിച്ചെന്ന് കാർലോസ് പീനി പറഞ്ഞ ഉത്തരം മെസ്സി ബൗളി ഓഗ്ബച്ചിയ, കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെസ്സി ബൗളി ഓഗ്ബച്ചിയ ആയിരുന്നു എന്നാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞത്. അദ്ദേഹം കോച്ചായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കളിച്ചിട്ടുമുണ്ട് FC ഗോവയ്ക്ക് വേണ്ടി. സോ ആ ഒരു ടൈമിലാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത്. സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുക.